ഇവിടെ സമ്മതം എന്നല്ല എന്ന പ്രയോഗമല്ല ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ഉൻസ് എന്ന വാക്കിൽ നിന്നാണ്, ഇതിന് എന്ന വാക്കിൽ നിന്നല്ല. ഇതിന് പറഞ്ഞാൽ അവരിൽ നിന്ന് സമ്മതം വാങ്ങുക. ഇവിടെ ഉൻസ് എന്ന വാക്ക. ഉൻസ് എന്നാൽ നിർവൃതി. എന്ന് കവി പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ നിർവൃതി, സന്തോഷം. യാ അയ്യുഹല്ലദീന ആമാനു ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ. ഒന്നാമത്തെ ചിന്തിക്കേണ്ട വാക്ക് ഉൻസ് എന്ന വാക്കിൽ നിന്നാണ്. നിർവൃത്തി, സന്തോഷം. അതായത് ഒരാളുടെ ഇഷ്ടപ്പെട്ട ആൾക്കാണ് അനീസ് എന്ന് പറയാം. ശരിക്കും നമ്മളുടെ പേരുണ്ടല്ലോ, എന്ത്? അനീസ്. നിർവൃത്തി നൽകുന്ന ആൾ, കൂട്ടുകാർക്ക് നിർവൃത്തി നൽകുന്ന ആള്, എല്ലാവർക്കും വലിയ മാനസിക സന്തോഷം നൽകുന്ന ആള് എന്നാണ് അനീസ് എന്ന വാക്കിന്റെ അർത്ഥം. ഇതേ പ്രയോഗമാണ് യാ അയ്യുഹല്ലദീന ആമാനു ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ. നിങ്ങളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ അവർക്ക് സമ്മതം വാങ്ങിയാലും പോരാ, നിങ്ങളുടെ വരവിൽ അവർക്ക് സന്തോഷമുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതാകുന്നു. അനീസ് എന്നതിന്, അനീസ് എന്ന കർത്തൃനാമത്തിൽ നമ്മൾ പറയുന്ന ഉൻസ് എന്ന ക്രിയാധാതുവിൽ നിന്നാണ്, അല്ലാതെ ഇതിന് എന്ന വാക്കിൽ നിന്നല്ല ഈ വാക്ക് ഉണ്ടായിട്ടുള്ളത്. അതല്ല സമ്മതം വാങ്ങുക. ചില പരിഭാഷകളിലൊക്കെ സമ്മതം വാങ്ങുക എന്നൊരു പ്രയോഗം കാണുന്നുണ്ട്. അത് ഈ ആയത്തിൻ്റെ പൂർണ്ണമായ പരിഭാഷ അല്ല. എന്തുകൊണ്ട്? സമ്മതം വാങ്ങുക എന്നായിരുന്നു അർത്ഥമെങ്കിൽ നിങ്ങൾ സമ്മതം വാങ്ങണമെന്ന് പറയേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അവരിൽ നിന്ന് മാനസിക സന്തോഷം നിങ്ങളെ വരവിലുണ്ട് എന്ന് ബോധ്യപ്പെടേണ്ടതാകുന്നു. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചങ്ങാതിയുടെ വരവ് പോലത്തെ വരവാണിത് എന്ന് അവർക്ക് ബോധ്യപ്പെടണം. അതേപോലെ തന്നെ അപ്പോൾ കയറി വരുന്ന ആൾ ചങ്ങാതിയാണോ എന്നറിയണമെങ്കിൽ ഇയാൾ സ്വയം പരിചയപ്പെടുത്തേണ്ടതാവുന്നു. നിങ്ങളെ കൂട്ടുകാരനായ, കുടുംബ സുഹൃത്തായ, ഞാലിന്ന ആളായ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളായ ഞാലിന്ന ആളാണ് ഈ വരുന്നത് എന്ന് അറിയിക്കേണ്ടതാവുന്നു. അപ്പോഴല്ലേ അവർക്ക് ഈ വന്ന ആൾ അനീസ് കൂട്ടുകാരൻ, സന്തോഷം നൽകുന്ന ആൾ എന്ന അർത്ഥമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വളരെ ചിന്തിക്കണം. യാ അയ്യുഹല്ലദീന ആമാനു ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ. നിങ്ങൾ അവർക്ക് പൂർണ്ണമായി മാനസിക സന്തോഷമുള്ള അവസ്ഥയെ തന്നെ ആവണം. കയറിച്ചില്ലത്, അല്ലെങ്കിൽ പിന്നെ കയറരുത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ ഈ ആയത്തിന്റെ സബബുൻ നുസൂൽ പറയാം. ഒരായത്തിന്റെ അവതരണ പശ്ചാത്തലം, ആ ആയത്തെ അവതരണ പശ്ചാത്തലമാണ് ആ ആയത്തിനെ മനസ്സിലാക്കാൻ ഏറ്റവും വലിയ നീതി. എങ്ങനെയാണ്, എന്തിനാണ് ആയത്തിറങ്ങിയതെന്ന് മനസ്സിലാക്കിയാൽ കാര്യം വളരെ എളുപ്പം മനസ്സിലാവും. ശ്രദ്ധിക്കണം. ഈ ആയത്തിറങ്ങിയത് ഉറക്കെ നല്ല എൻ്റെ പഠിപ്പോരാണ് ഉറക്കെ. കേവലമുള്ള ആർക്കെങ്കിലും വീട്ടിലേക്ക് പരിചയപ്പെടുത്തുകയോ വീട്ടുകാരെ സന്തോഷമറിയിക്കുകയോ ചെയ്യാതെ കയറാൻ പാടില്ല എന്നു തന്നെയാണ് ഇവിടെ അർത്ഥമെന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ സബബുൻ നുസൂൽ, ഈ ആയത്തിറങ്ങാനുള്ള കാരണം ശ്രദ്ധിക്കാം. ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്താ? അൻസാരികളിൽപ്പെട്ട ഒരു പെണ്ണ് കാലത്ത് നബിയോട് വന്ന് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ്, നബിയെ, ഇന്നി അകൂനു ഫീ മൻസിലി അലൽ ഹാലില്ലതി ലാ ഉഹിബ്ബു അൻ യറാനി അഹദുൻ. ഇന്നി അകൂനു ഫീ മൻസിലി, ചിലപ്പോഴെല്ലാം ഞാൻ എൻ്റെ വീട്ടിലാകാറുണ്ട്, അലൽ ഹാലി, ഒരവസ്ഥയിൽ, അല്ലതി ലാ ഉഹിബ്ബു അൻ യറാനി അഹദുൻ, ആ നേരത്ത് എന്നെ കാണാൻ ആർക്കും, എന്നെ വേറൊരാൾ കാണുന്നത് എനിക്ക് ഇഷ്ടമില്ല. അങ്ങനത്തെ ചില അവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട്. ആളുകൾ ഇങ്ങനെ കയറി വരും.
വീട്ടിലേക്ക് ആളുകൾ അയൽവാസികൾ മറ്റൊക്കെ കയറി വരും. എനിക്കാകട്ടെ എപ്പോഴും എൻ്റെ വീട്ടിലേക്ക് എൻ്റെ സമ്മതല്ലാതെ ഒരാൾ കയറുന്നത് എനിക്ക് താല്പര്യമില്ല. ചിലപ്പോൾ ആളുകൾ എന്നെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാവും ഞാൻ വീട്ടിലുണ്ടാവുക. എന്താണ് ഈ വിഷയത്തിലൊരു അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഫനസലത്ത് ഹാദിഹിൽ ആയാ ഈ ആയത്ത് ഇറങ്ങിയിട്ട്. അപ്പോൾ ഒരു പെണ്ണിന് ആ പെണ്ണിന് ഇഷ്ടമില്ലാത്ത ആളുകൾ ഇഷ്ടമുള്ള ആളുകളും തനിക്ക് ഇഷ്ടമില്ലാത്ത നേരം ഇഷ്ടമില്ല ആളുകളാകാം. പക്ഷേ എല്ലാ നേരത്തും ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ എല്ലാ നേരത്തും ഇഷ്ടമുണ്ടായിക്കൊള്ളുന്നില്ല. ഇതിന് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ ശ്രദ്ധിക്കണം. ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരാൾക്കും ഏതൊരാളുടെയും വീടെന്ന് പറയുന്നത് അയാളുടെ സ്വകാര്യതയാകുന്നു. ആ സ്വകാര്യതയിൽ സന്ദർശകനെ കാണാനും കാണാതിരിക്കാനും അയാൾക്ക് അവകാശമുണ്ട്. സന്ദർശകൻ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ സന്ദർശകൻ പോകേണ്ടതാവുന്നു. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ജനങ്ങളോട് ഇടപഴകേണ്ട നേരത്തെ അയാൾ അങ്ങാടിക്ക് ഇറങ്ങി വരും, അല്ലെങ്കിൽ പള്ളിക്ക് ഇറങ്ങി വരും. ഒരു മനുഷ്യന്റെ സ്വകാര്യതക്ക് ഇസ്ലാം നൽകുന്ന വില നിങ്ങൾ ചിന്തിക്കണം. അയാളെ വീട്ടിൽ പോയി എന്നത് അയാളുടെ സ്വകാര്യതക്കാണ്. അപ്പോൾ പിന്നെ അവിടെ പോയി ശല്യപ്പെടുത്താൻ പാടില്ല. ഞങ്ങൾ പള്ളി കമ്മിറ്റി എല്ലാവരും കൂടി ചെന്നു. വാപ്പ ഉണ്ടോയെന്ന് ചോദിച്ചു. വാപ്പ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ വാപ്പാക്ക് കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ അത് വലിയ പ്രശ്നമാകുക. പാക്ക പള്ളി കമ്മിറ്റി അവൻ്റെ വീട്ടിൽ പോയിട്ട് കാണാൻ സമ്മതിച്ചില്ല. അത് വലിയ ആനക്കുട്ടിയായി പറയേണ്ട ആവശ്യമില്ല. പള്ളി കമ്മിറ്റിയെ തിരിച്ചയക്കാവുന്നതാണ്. പള്ളി കമ്മിറ്റിയിൽ നിന്ന് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. പള്ളി കമ്മിറ്റിനോടുള്ള സന്തോഷം കൊണ്ട് പറഞ്ഞതാണ്. പള്ളി കമ്മിറ്റിയെ തന്നെ തിരിച്ചയക്കാമെങ്കിൽ വേറൊരു കാര്യം എന്താ ചിന്തിക്കുക. സമൂഹത്തിലെ നേതൃത്വമാണല്ലോ പവർ. ഹബീബായ റസൂലുള്ള പോലും മടങ്ങിപ്പോരേണ്ട ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ ഞാൻ ഇതിൻ്റെ അപ്പുറം പറയേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. ഒക്കെ മിണ്ടാതിരുന്നോളി പറഞ്ഞുതരാം. അങ്ങനെയാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു മനുഷ്യന്റെ സ്വകാര്യതയാകുന്നു വീടെന്ന് പറയുന്നത്. ആ സ്വകാര്യതയിലേക്ക് ഒരാൾക്ക് കയറി ചെല്ലാൻ അയാളെ സമ്മതമല്ലാതെ, സമ്മതം പോരാ, സന്തോഷമുള്ള സമ്മതം. അങ്ങനെയാണ്. ഒരു ആളെ കടം വാങ്ങിയാൽ പിന്നെ കോളിംഗ് ബെല്ലിലൊന്നും നടക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ കടം കിട്ടാണല്ലോ. നേരെ ചെന്നിട്ട് വീട്ടിലാണ് കയറിയിരിക്കുക. ഹറാമാകുന്നു. അപ്പം പൈസ കിട്ടണ്ടേ? അതിന് നിയമപരമായ സാഹചര്യങ്ങളുണ്ട്. ഒരു 4 ആളെയും ചട്ടമ്പികളെയും കൂട്ടിയിട്ട് അവൻ്റെ വീട് അറ്റാക്ക് ചെയ്യുന്ന പരിപാടി ഹറാമാണ് എന്നിട്ട് മനസ്സിലാക്കാം. കാരണം അവന് സന്തോഷമില്ലാതെ അവൻ്റെ സ്വകാര്യതയിൽ കയറിപ്പോകാൻ പാടില്ലാത്തതാണ്. ഇത് ഇസ്ലാം ദീനാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തെ ഏറ്റവും വലിയ ധർമ്മം പഠിപ്പിച്ച ഇതിനപ്പുറം ഇനി മനുഷ്യനൊരു ധർമ്മം ഇല്ല. ഇത് വളരെ ചിന്തിക്കണം. അല്ല, കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇവിടെ മുന്നിലിരിക്കുന്നത്. എനിക്കറിയാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണത്. ഇനി 6 ഊസൻ ഞാൻ ചില വലിയ തലകളൊക്കെ കണ്ടിട്ടാണിത് പറയുന്നത്. ശ്രദ്ധിക്കുക. കച്ചവടക്കാരൊക്കെ പൈസ കിട്ടാണ്ടെങ്കിൽ നിയമപരമായ വശം സ്വീകരിക്കണം. അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വെച്ച് എന്നോട് പറയണം. അവൻ്റെ വീട്ടിൽ പോകും ചെയ്യാം. അവനെ മടക്കി അയച്ചാൽ മടങ്ങിപ്പോരേണ്ടതാണ് അവൻ്റെ വീട്ടിലേക്ക്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഒരു മുതലാളിയായിരുന്നു. വലിയ പൈസക്കാരൻ. കടം വാങ്ങിക്കൊണ്ടായത് മടക്കി കിട്ടിയിട്ടില്ല എങ്കിൽ പോകും. പക്ഷെ വീട്ടിൻ്റെ തണലിലേക്ക് കയറി നിൽക്കൂലാന്ന. അത് യഖാഫു അൻ യകൂന റിബൻ, അത് പലിശയാകുമോ എന്ന് പേടിച്ചിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വീട്ടിൻ്റെ തണലിലേക്ക് കയറിന്നാൽ അതൊരു അവകാശം പോലെയല്ലേ, അപ്പം അതൊരു പലിശയായാലോ എന്ന് പേടിച്ചിട്ട് മാലിക് ഇബ്നു അനസ് വലിയ മുതലാളിയായിരുന്നു. പൈസ ഉള്ള ആളായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കണം. അപ്പം ചിന്തിക്കുക. അപ്പോൾ വളരെ ചിന്തിക്കേണ്ടതാണ്. അപ്പം വളരെ ചിന്തിക്കണം. വരുന്നാൾ സ്വയം പരിചയപ്പെടുത്തണം. സ്വയം തന്നെ പരിചയപ്പെടുത്തണം. ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ പോകേണ്ടതാണ്. ജാബിർ റളിയല്ലാഹു അൻഹു സ്വയം പരിചയപ്പെടുത്തന്നെ വേണം. എന്നെ പരിചയപ്പെടുത്തന്നെ വേണം. നോക്കൂ. ജാബിർ റളിയല്ലാഹു അൻഹു ഖാല അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദൈനിൻ. ഞാനൊരിക്കൽ ഒന്നും കൂടെ ചോദിക്കാം. അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദൈനിൻ കാന അലാ അബീ. ഉഹദ് യുദ്ധത്തിൽ വാപ്പ മരിച്ചു പോയ ആളാണ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു. ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് മുമ്പ്, പലപ്പോഴും എവിടെയോ വിശദീകരിച്ചിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ വാപ്പ മരിച്ചുപോയി.
ജാബിർ റളിയല്ലാഹുവിൻ്റെ വാപ്പ മരിച്ചുപോയി. അബ്ദുള്ള എന്നവർ വഫാത്തായി പോയി റളിയല്ലാഹു അൻ. അദ്ദേഹമായിരുന്നു അവ്വല ഷഹീദിൻ യൗമ ഉഹദിൻ. ഉഹദിലെ ആദ്യത്തെ ഷഹീദ് ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പയായിരുന്നു റളിയല്ലാഹു. വലിയ മഹാനായിരുന്നു. അങ്ങനെയായപ്പോൾ വലിയ കടണ്ടായിരുന്നു വാപ്പാക്ക്. കടം മുഴുവൻ മകനെ ഏൽപ്പിച്ചിട്ട് ആ വാപ്പ മരിച്ചു പോയത്. അങ്ങനെ എന്ത് ചെയ്തു? കടം വീട്ടാനുള്ള നിർവാഹമൊന്നുമില്ല. മദീനയിൽ വന്നിട്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ച് നടന്നു. ഒരിക്കൽ ഞാൻ എന്ത് ചെയ്തു? അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദൈനിൻ കാന അലാ അബീ. എൻ്റെ വാപ്പാക്കുണ്ടായിരുന്ന ഒരു കടത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ റസൂലുള്ളാഹിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം നബി, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പറയാൻ വേണ്ടി ചെന്നു. അതിന് മോചത്തോണ്ട് കടം പൂട്ടി കൊടുത്തു. ഒക്കെ വലിയ കഥയാണ്, മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്.